നമസ്കാരം. കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ പിന്തുണച്ച് കുടുംബം രംഗത്ത് വന്നതിന് പിന്നാലെ നാട്ടുകാരുടെ പ്രതികരണം പുറത്ത്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വരുൺ KNS എന്നയാൾ പങ്കുവച്ച കുറിപ്പാണ്. ഇതിൽ ഇരുവരുടെയും ദാമ്പത്യത്തിൽ വിള്ളൽ വീണതും അതിന് കാരണക്കാരായവർ ആരൊക്കെയാണ് എന്നുമാണ് പ്രതിപാദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതും വീടിന്റെ സമീപത്ത് താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയെക്കുറിച്ചും ഭാര്യയായ ഗ്രീമയെ പറ്റിയുമാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവരും അറിയും പോലെ ഞാനും ആ വാർത്ത ഞെട്ടലോടെയാണ് അറിഞ്ഞത്. ഉണ്ണിയുടെ ഭാര്യയും അമ്മായിയും ആത്മഹത്യ ചെയ്തു എന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷേ അവർക്ക് അതൊരു ലഹരിയായിരുന്നു എന്നാണ് എന്റെ പക്ഷം. കാരണങ്ങൾ ഞാൻ ചുവടെ ചേർക്കുന്നു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് മാത്രമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത്. അവരുടെ കൂടെ ജീവിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് കിടക്കുക. പക്ഷെ ഉണ്ണിയുടെ ജീവിതത്തിൽ നടന്നത് മറിച്ചായിരുന്നു. ഉണ്ണി ഒറ്റയ്ക്ക് ഗ്രീമ, അതായത് ഉണ്ണിയുടെ ഭാര്യ, സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടിയായിരുന്നു. ഇതൊന്നും സഹിക്കാൻ ഒരു ഭർത്താവിനും സാധിക്കില്ല. മറിച്ചാണെങ്കിലും മറ്റൊരു കാര്യം, ഗ്രീമ പലപ്പോഴും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വിഷമത്തോടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായി അറിയാമായിരുന്നു. ഇതൊക്കെ സഹിച്ചത് ഉണ്ണി മാത്രമാണ്. ഇവർക്ക് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്ന് കണ്ട ഉണ്ണി ഒരു കൗൺസിലിംഗ് നടത്തുവാൻ തീരുമാനിച്ചു. ഗ്രീമയുടെ അച്ഛനും അമ്മയും പറഞ്ഞ ആശുപത്രികളിൽ കൊണ്ടുപോയി. അനന്തപുരി PRs എന്നൊക്കെയാണ് ആശുപത്രിയുടെ രേഖകളായി പറഞ്ഞിരിക്കുന്നത്. ഗ്രീമയെ കൗൺസിൽ ചെയ്ത 2 കൗൺസിലർ ഈ വിവാഹം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനവർ കാരണമായി കണ്ടത് ഗ്രീമയുടെ ഇമ്മെച്യൂരിറ്റിയാണ്. ഇനി സാമ്പത്തികമാണ് ഉദ്ദേശിച്ചതെങ്കിൽ തെറ്റി. അവർക്ക് കൊടുത്ത 200 പവൻ സ്വർണം അവരുടെ ബാങ്ക് ലോക്കറിൽ തന്നെയാണ് സൂക്ഷിച്ചതെന്ന്. ഇതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും ഉണ്ണി എടുത്തിട്ടില്ല. ഈ പറയുന്ന ഉണ്ണിയും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ അംഗമാണ്. ഇതിനൊക്കെ പുറമെ 2024 SNDP ശാഖയ്ക്കും ഉണ്ണിയും കുടുംബവും പരാതി കൊടുക്കുകയും ചെയ്തു. അതിൽ ഒന്നും തീരുമാനമായില്ല. കാരണം ഗ്രീമയും അമ്മയും അച്ഛനും അതിന് തടസ്സം നിന്നു. സമ്പത്തിന് വേണ്ടി ആരെയും ടോർച്ചർ ചെയ്യേണ്ട ആവശ്യം ഉണ്ണിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് മുഴുവൻ വായിക്കുന്നവർക്ക് തോന്നാം എന്തുകൊണ്ട് നിയമപരമായി പോയില്ല എന്ന്. ഇവരുടെ ജീവിതം തന്നെയാണ് അതിനുത്തരം. ആത്മഹത്യാ ഭീഷണി. ഉണ്ണി രാജ്യത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത്. അതിന് തടസ്സം വരരുത്. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തിയിരുന്ന, വിദ്യാഭ്യാസത്തിന് അത്രയും വില നൽകിയിരുന്ന ഉണ്ണി തന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഭീഷണിയിൽ വഴങ്ങിയാണ് കേസ് ഫയൽ ചെയ്യാതിരുന്നത്. വിവാഹം കഴിഞ്ഞാൽ ആണിനെയോ പെണ്ണിനെയോ വീട്ടുകാരുടെ പപ്പറ്റ് ആക്കുവാൻ ശ്രമിക്കുന്ന ഓരോ രക്ഷകർത്താക്കൾക്കും ഉള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഈ ദുഃഖിപ്പിക്കുന്ന വാർത്ത. ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സൈനൈഡ് കൊണ്ടാണ് നടന്നതെന്ന്. ഇങ്ങനെ നടക്കുന്ന ഒരു കുടുംബത്തോടൊപ്പം എങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നത്? SNDPക്ക് കൊടുത്ത പരാതിയും പങ്കുവെക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് ആ പെൺകുട്ടി കുടുംബ ഗ്രൂപ്പിലും ഏതാനും വേണ്ടപ്പെട്ടവർക്കും അയച്ചതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ആ കുറിപ്പ് സമീപവാസികളായ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുമുള്ളതാണ്. മുഴുവൻ സ്വർണവും തന്റെ കൈവശമുണ്ടെന്ന് ആ പെൺകുട്ടി അതിൽ തന്നെ പറയുന്നുണ്ട്. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളോടും തനിക്ക് പറയാറുള്ളത് ഒരു കാര്യം മാത്രമാണ്: നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കുക, ഈ പറയുന്ന ആൺകുട്ടികൾക്ക് അമ്മയുടെ സഹോദരങ്ങളും ഉണ്ടെന്ന്. കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പയ്യൻ പെൺകുട്ടിയുടെ മാത്രം അവകാശമുള്ളതായി തീർന്നില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഉണ്ണിയുടെ ബന്ധുക്കൾ പലതവണ ഗ്രീമയുടെ മാതാപിതാക്കളോടും മാമന്മാരോടും ഇക്കാര്യം സംസാരിക്കുകയും ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഈ പെൺകുട്ടിയും മാതാവും യാതൊരു വിധത്തിലും സഹകരിക്കാതിരുന്നതാണ് ഇതിന് യഥാർത്ഥ കാരണമായി തീർന്നത്. ഉണ്ണിയുടേത് ഒരു കൂട്ടുകുടുംബമാണ്. ആ വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന മറ്റു മരുമക്കൾക്ക് ഒന്നും തന്നെ മറ്റൊരു പരാതിയോ ഒന്നുമുള്ളതായി ഞങ്ങൾ നാട്ടുകാർക്ക് അറിയില്ല എന്നായിരുന്നു ആ കുറിപ്പ്. ഈ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമന്റുകൾ ഉയർന്നു. അനിൽ ഫിലോസഫർ എന്നൊരാൾ കുറിച്ചത്, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിരപരാധി എന്ന് പറയാൻ പറ്റില്ല. മറുഭാഗം നമ്മൾ കേട്ടിട്ടില്ല. കേൾക്കുമ്പോൾ അത് ശരിയെന്ന് തോന്നും. പലപ്പോഴും ആദ്യം മറ്റൊരാളെ കള്ളൻ എന്ന് പറഞ്ഞു വരുന്നവരാകും പക്കാ കള്ളൻ. അതിനാൽ ഈ പോസ്റ്റ് ചെയ്തത് കണ്ട് വിശ്വസിക്കേണ്ട. പക്കാ ക്രിമിനൽ മൈൻഡ് ഇതിന് പിന്നിലും ഉണ്ടാകാം. ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ക്രിമിനൽ ബുദ്ധി വർക്ക് ചെയ്യും. അവർ മാത്രം നീറ്റ്, അവർ തെറ്റ്. ഇത് നീതിയല്ല. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കുറിച്ചത്. ഉണ്ണി അറിയുന്ന ആർക്കും അവരെ അപരാധിയായി ചിത്രീകരിക്കുവാൻ സാധിക്കില്ല. ഇവിടെ ഉണ്ണി ചെയ്ത മാനസിക പീഡനം ഡിവോഴ്സ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. മകൾ ഡിവോഴ്സ് ആയാൽ നാട്ടുകാരും കുടുംബക്കാരും എന്ത് ചിന്തിക്കുമെന്ന ഒരമ്മയുടെ ദുരഭിമാനം തന്നെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകാൻ കാരണം. അല്ലെങ്കിൽ കഴിഞ്ഞ 6 വർഷമായി ഉണ്ണി ആവശ്യപ്പെടുന്ന ഡിവോഴ്സ് നൽകിയിരുന്നതിൽ ഇന്ന് 2 പേർക്കും നല്ലൊരു ലൈഫ് ഉണ്ടായേനെ എന്നാണ് അർജുൻ മോഹൻ എന്നൊരാൾ കുറിച്ചത്. നൗറിൻ അയൂബ് എന്നൊരാൾ പറഞ്ഞത്, താങ്കൾ പറഞ്ഞതുപോലെ അവർ ഭർത്താവിന്റെ കൂടെ കിടക്കില്ല, അച്ഛനും അമ്മയും മതി എന്നായിരുന്നുവെങ്കിൽ അയാൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അമ്മയ്ക്കും മകൾക്കും കൂടി അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ. നല്ല സാമ്പത്തികവും ഉണ്ടായിരുന്നു. അവർ എന്തിന് ആത്മഹത്യ ചെയ്തു? നാട്ടിലെ നല്ലവൻ വീട്ടിലും നല്ലവൻ, ഭാര്യയുടെ നല്ലവൻ ആയിരിക്കണമെന്നില്ല.
വെറുതെ താങ്കളുടെ ഉണ്ണിയെ വിളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യല്ലേ, അതെല്ലാം വിശ്വസിക്കാൻ മറ്റുള്ളവർ മണ്ടന്മാരല്ല എന്നായിരുന്നു പ്രതികരണം ഉയർത്തിയത്. രാജപ്പൻ പിള്ള എന്നൊരാൾ കുറിച്ചത്, കൂടുതൽ വെളുപ്പിക്കേണ്ട, ആ പയ്യനെ കണ്ടാൽ തന്നെ അറിയാം ആളൊരു ഫ്രോഡാണെന്ന്. ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നിട്ടും ന്യായീകരിക്കുന്നു. അനിൽ അമൃത സ്മിത അനിൽ എന്നൊരാൾ കുറിച്ചത്, ഇയാൾ ഇത്രയും 916 ആണെങ്കിൽ താലി കെട്ടിയ പെണ്ണിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയായിരുന്നില്ലേ? അവൾ കാത്തിരുന്നിട്ടും അവളെ പരിഗണിക്കുവാൻ തയ്യാറാകാത്ത ഇവനെയൊക്കെ കേമനാക്കി ചിത്രീകരിക്കുന്നത് പോലും എന്ത് മര്യാദകേടാണ്. 25 ദിവസം കൊണ്ടൊരു പെണ്ണിനെ വലിച്ചെറിഞ്ഞ് ഡിവോഴ്സ് ചോദിച്ച ഉണ്ണി തന്നെ കേമനായ ഉണ്ണി എന്തായിരുന്നു ആ കമന്റ്. ഈ വിഷയത്തിൽ രണ്ടു കുടുംബത്തെയും തള്ളി ഇരുകൂട്ടരും എത്തിയിരുന്നു. മരിച്ച സജിതയുടെ മകളോടുള്ള അമിത വാത്സല്യവും സ്വാർത്ഥതയുമാണ് ദാമ്പത്യം തകരുവാൻ കാരണമെന്നും ഉണ്ണികൃഷ്ണൻ നിരപരാധിയാണെന്നുമാണ് സഹോദരൻ ചന്തു ആരോപിച്ചത്. ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും സ്വകാര്യത്തിൽ സജിത അനാവശ്യമായി ഇടപെട്ടിരുന്നുവെന്നും ഹണിമൂൺ യാത്രയ്ക്കിടെ പോലും നിരന്തരമായി ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിയിരുന്നുവെന്നുമാണ് കുടുംബം പറയുന്നത്. ഗ്രീമയെ സജിത പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നതായും വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളെ പോലും അവർ എതിർത്തിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 2 തവണ കൗൺസിലിംഗ് നടത്തിയെങ്കിലും സജിതയുടെ പിടിവാശി മൂലം പരാജയപ്പെട്ടു. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സജിത സ്ഥിരമായി ആത്മഹത്യാ ഭീഷണി മുഴക്കുമായിരുന്നുവെന്നും പുറം ലോകം കാര്യങ്ങൾ അറിയുന്നത് അഭിമാനക്ഷതമായി അവർ കണ്ടിരുന്നുവെന്നുമാണ് ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന്റെ വാദം. എന്നാൽ ഗ്രീമയെ ഭർത്താവ് നിരന്തരം വിദ്യാഭ്യാസം കുറവെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നതായി ഗ്രീമയുടെ ബന്ധുക്കളും ആരോപിക്കുന്നു. M.Tech വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് ഗ്രീമ മോഡേൺ അല്ലെന്നും ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചു. 200 പവൻ കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞുവെന്ന് പരാതി ഉയർത്തി. യുവതി മാനസികമായി തകർന്നിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ഉണ്ണികൃഷ്ണനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഗ്രീമയ്ക്ക് ഐശ്വര്യം പോരെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച 6 വർഷമായി ഉണ്ണികൃഷ്ണൻ പീഡിപ്പിച്ചുവെന്നാണ് ബന്ധുക്കളുടെ മൊഴി. ജീവനെടുക്കുന്നതിന് മുൻപ് പോലും എഴുതിയ കുറിപ്പിലും ഉണ്ണികൃഷ്ണനാണ് മരണ കാരണമെന്നാണ് എഴുതിയിരുന്നത്.